എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു ക്യാപ്ച കോഡ് കാണാം. അതായത് ജസ്റ്റ് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയുള്ള ഒരു റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാകുന്നത് അത് കറക്റ്റായിട്ട് നൽകി ലോഗിൻ ചെയ്യുക. അതുപോലെ പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗോട്ട് ചെയ്യുന്നതിനായിട്ട്, അതായത് അത് റിക്കവർ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സാധാരണ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറായിരിക്കും നിങ്ങളുടെ യൂസർ നെയിമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയ് 31 വൈകിട്ട് 5 മണിക്കാകുമ്പോൾ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകളൊക്കെ തിരുത്തുകയും പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ അതുപോലെ ഏതെങ്കിലും വിവരങ്ങൾ തിരുത്താനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു മെയ് 31 5 മണിക്കകം ഈ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ദിവസത്തോട്ടേക്ക് വിദ്യാർത്ഥികൾ മാറ്റിവെക്കരുത്. അതായത് 31 എഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SSLC ഈ റീവാലുവേഷൻ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് പുതുക്കി, അതായത് നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസിൽ നിന്നും ആ ഒരു മാർക്ക് പുതുതായിട്ട് എത്ര മാർക്കാണ്, അതായത് A ഗ്രേഡിൽ നിന്ന് A+ ആവുകയോ ചെയ്തിട്ടുണ്ട്, അതായത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ അനക്സ്റ്റർ 3 റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും കറക്റ്റാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒഴികെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ അപേക്ഷയിൽ ഉണ്ടായെങ്കിൽ, അതായത് ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, അപേക്ഷകൻ്റെ കാറ്റഗറി മുതലായ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നും സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ അവകാശപ്പെടരുത്. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ EWS സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ മറ്റ് റിസർവേഷനുകൾ എന്നിവ നിങ്ങൾ അവകാശപ്പെടാവും. അങ്ങനെ കയ്യിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു, അതായത് നിങ്ങൾക്ക് ഇപ്പോഴാണ് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 31 വൈകിട്ട് 5 മണിക്കാകും നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള, അതായത് കോഴ്സ് കൂട്ടിച്ചേർക്കുകയോ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കുകയോ അതുപോലെ SSLC റീവാലുവേഷൻ്റെ മാർക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് വ്യത്യാസം പരിശോധിച്ച് ആ ഒരു വ്യത്യാസം ഈ ഒരു റിസൾട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു അപേക്ഷയിൽ മാറ്റം വന്നിട്ടില്ല എങ്കിൽ അത് എഡിറ്റ് ചെയ്ത് നൽകുകയും ചെയ്ത് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു തവണ മാത്രമാണ് അപേക്ഷ കൺഫേം ചെയ്ത് അപേക്ഷിക്കാൻ അതായത് കൺഫർമേഷൻ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അത് മുഴുവൻ കറക്റ്റായിട്ട് വായിച്ച് പ്രിവ്യൂ പേജൊക്കെ കറക്റ്റായിട്ട് 2 തവണ വായിച്ച് നോക്കിയ ശേഷം മാത്രം എന്തെങ്കിലും എഡിറ്റ്, അതായത് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കൺഫർമേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു മെയ് 31 വൈകിട്ട് 5 മണിക്കാകും നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.